ഇന്ന് നമുക്ക് മംഗലാപുരത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിനെ ഗോളി ബജി എന്ന് പറയും. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരിച്ചിരി സോഡാപ്പൊടിയും പിന്നെ 1 സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അതിനായിട്ടാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ചേർത്തു. ഇനി 1 സ്പൂണ്, വലിയ സ്പൂണിന് 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആദ്യം നമ്മൾ പൊടികളെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും സോഡാപ്പൊടിയും അരിപ്പൊടിയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആണ്. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് തൈര് കൊണ്ടാണ്. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ്, ഏത് കപ്പിലാണോ മൈദ എടുത്തത് അതേ കപ്പിന് 1/4 കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ 1 കപ്പ് തൈര് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യണം. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യണം. എത്രത്തോളം നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു അത്ര സോഫ്റ്റായിട്ട് നല്ല പ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ ഗോളി ബജി. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് മാവൊക്കെ ഹാർഡായിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആകും. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതുപോലെ മിക്സ് ചെയ്യുന്തോറും മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി മാവ് നമ്മൾ കൈ കൊണ്ട് എടുത്ത് ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് വിടുമ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടാവണം മാവ്. ഇതിലും വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി ഇത് മൂടി വെച്ച് നമ്മളൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ മാവെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് 6 മണിക്കൂറായി. ഇപ്പം നന്നായിട്ട് മാവൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ മാവ് കൈ കൊണ്ടോ ഒന്ന് ഇളക്കാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇനി ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ എത്രത്തോളം വേണം അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ കൈ ഒന്ന് പതുക്കെ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് സൈഡിൽ നിന്ന് ഒരു ഇച്ചിരി മാവെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഈ ബോണ്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ കൈകൊണ്ട് നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക്, നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ നമ്മൾ ഗോളി ബജി ഇട്ട് കൊടുക്കണം. എത്രത്തോളം വേണം നമുക്ക്, നമ്മുടെ പാത്രം എത്ര എണ്ണ ഇടാം അതനുസരിച്ച്. എന്നിട്ട് ഇത് നന്നായിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചു ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ഗോളി ബജി തയ്യാറായി. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണേ.